എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു വാർത്ത കാണാൻ ഇടയായി. തൃശ്ശൂർ പൂരത്തിൽ മതപരമായ ചിഹ്നങ്ങളൊന്നും പാടില്ല എന്ന് ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രി പത്രസമ്മേളനത്തിൽ പറഞ്ഞിരിക്കുകയാണ്. അത് വാർത്തകളായിട്ട് വരികയും ചെയ്തു. തൃശ്ശൂർ പൂരം എന്നുള്ളത് ക്ഷേത്രത്തിൻ്റെ പരിപാടിയല്ലേ? ക്ഷേത്രത്തിൻ്റെ പരിപാടിയിൽ മതപരമായ ചിഹ്നങ്ങളല്ലാതെ വേറെ എന്താണ് വരുത്തേണ്ടത്? പാർട്ടികളുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചിഹ്നങ്ങളാണോ അതോ മതേതരമായ ചിഹ്നങ്ങളാണോ? ഏതാണ് വേണ്ടത്? എന്തൊരു ഹീനമായ അക്രമപരമായ ഒരു പ്രസ്താവനയാണ് ക്ഷേത്രത്തിൻ്റെ പൂരത്തോടനുബന്ധിച്ച് മതചിഹ്നം പാടില്ല എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അപ്പോൾ അവിടെ എങ്ങനെയാണ് വടക്കുന്നാഥൻ അവിടെ എഴുന്നള്ളുന്നത്? എങ്ങനെയാണ്? തൃശ്ശൂർ പൂരത്തിൽ വടക്കുന്നാഥനും മറ്റ് പല ക്ഷേത്രങ്ങളിലെ ദേവീദേവന്മാർ അവിടെ എഴുന്നള്ളുന്നതായിട്ടാണ് അവരെ സ്വീകരിക്കുന്നതിൻ്റെയൊക്കെയാണല്ലോ അവിടെ ചടങ്ങ് എന്ന് പറയുന്നത്. അപ്പോൾ ക്ഷേത്ര പൂരത്തിൽ മതചിഹ്നം പാടില്ലെങ്കിൽ വടക്കുന്നാഥൻ പാടില്ല എന്നല്ലേ അടക്കം? പാറമേക്കാവ് ഭഗവതി പാടില്ല എന്നല്ലേ അർത്ഥം? തിരുവമ്പാടി ശ്രീകൃഷ്ണൻ ക്ഷേത്രത്തിൽ നിന്ന് അവിടെ ശ്രീകൃഷ്ണൻ എഴുന്നള്ളാൻ പാടില്ല എന്നല്ലേ അർത്ഥം? എന്ന് മാത്രമല്ല, മറ്റ് പല ക്ഷേത്രങ്ങളിൽ നിന്നും അവിടെ ഇത് സംബന്ധമായിട്ട് വരുന്നുണ്ട്. അവിടെ ലാലൂർ ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് എഴുന്നള്ളത്തുണ്ട്, അയ്യന്തോളിലെ കാർത്യായനി ക്ഷേത്രത്തിൽ നിന്നുള്ള എഴുന്നള്ളത്തുണ്ട്, നെയ്തലക്കാവിൽ നിന്നുള്ള ഭഗവതി ക്ഷേത്രത്തിൽ നിന്നുള്ള ഭഗവതിയുടെ എഴുന്നള്ളത്തുണ്ട്. അതുപോലെ പാറമേക്കാവ് പക്ഷത്ത് നിന്നുകൊണ്ട് ചെമ്പുക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന്, അതുപോലെ പനമുക്കുംപള്ളി ശാസ്താ ക്ഷേത്രത്തിൽ നിന്ന്, ചൂരക്കാട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന്, കാരമുക്ക് ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന്, കണിമംഗലം ശാസ്താ ക്ഷേത്രത്തിൽ നിന്ന്, ഈ പറയുന്ന ശാസ്താ ക്ഷേത്രവും ശ്രീകൃഷ്ണ ക്ഷേത്രവും ഭഗവതി ക്ഷേത്രങ്ങളിൽ നിന്നും ഒക്കെയുള്ള എഴുന്നള്ളത്താണല്ലോ ഈ തൃശ്ശൂർ പൂരത്തിൽ വരുന്നത്. അതിലേറ്റവും മുഖ്യസ്ഥാനത്ത് തൃശ്ശൂർ വടക്കുന്നാഥനും നിൽക്കുന്നു. അപ്പം മതചിഹ്നം പാടില്ല എന്ന് പറഞ്ഞാൽ ഈ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള ഒരു കാര്യവും പാടില്ലല്ലോ. അപ്പോൾ ദേവീദേവന്മാരുടെ എഴുന്നള്ളത്തിനെ ഒഴിവാക്കിക്കൊണ്ട് എങ്ങനെയാണ് പൂരം നടത്തണം എന്ന് കമ്മ്യൂണിസ്റ്റ് മന്ത്രി പറയുന്നത്? എന്തൊരു വൃത്തികെട്ട! ഇവർ മതവിരുദ്ധരായതുകൊണ്ടല്ല, അങ്ങനെയാണ് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മതവിരുദ്ധരായതുകൊണ്ടാണ് മതകാര്യങ്ങളെയൊക്കെ നിഷേധിക്കുന്നതെന്നാണ്. അങ്ങനെയല്ല, അവർ ഹിന്ദു വിരുദ്ധരാണ്. അതുകൊണ്ടാണ് ഹിന്ദു കാര്യങ്ങളെയാണ് അവർ തടയുന്നത്. ഹിന്ദു ദേവീദേവന്മാരുടെ എഴുന്നള്ളത്ത് പൂരം, അതിനെയാണ് അവർ തടയാൻ ആഗ്രഹിക്കുന്നതും തടയാൻ ശ്രമിക്കുന്നതും തടഞ്ഞുകൊണ്ടിരിക്കുന്നതും. മലപ്പുറത്ത് മഞ്ചേരിയിൽ വെച്ച് നടത്തിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനത്തിൽ ആ സമ്മേളന പന്തലിൽ തന്നെ നിസ്കാരത്തിന് പന്തൽ തയ്യാറാക്കി ഒരുക്കി പായ വിരിച്ചു കൊടുത്തവരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. പാർട്ടി സമ്മേളനത്തിൽ മതപരിപാടികൾക്ക് വേണ്ടി പായ വിരിച്ചു കൊടുത്തവർ ക്ഷേത്ര പരിപാടിയിൽ മതകാര്യം പാടില്ല എന്ന് പറയുന്ന അത്ര ധിക്കാരം കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാണിക്കുന്നുവെങ്കിൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഈ രാജ്യത്തിൻ്റെ മുഴുവൻ ഭരണാധികാരവും അവരുടെ കൈകളിലായിരുന്നുവെങ്കിൽ ഹൈന്ദവമായ ഏതെങ്കിലും കാര്യം അവർ വച്ചു പൊറുപ്പിക്കുമായിരുന്നു. അവർക്ക് മുഴുവൻ അധികാരവും കിട്ടിയാൽ, കേരളത്തിൽ തന്നെയാണെങ്കിലും സമ്പൂർണ്ണ അധികാരം CPM-ന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇതിപ്പോൾ മുന്നണിയാണല്ലോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാത്രം കൈകളിൽ 57-ൽ 56-ലൊക്കെ കിട്ടിയതുപോലെ കിട്ടിയാൽ അവർ പൂജകൾ തടയുകയും അവർ പൂരം തടയുകയും അവർ യജ്ഞങ്ങൾ ആക്രമിക്കുകയും ക്ഷേത്രങ്ങൾ തകർക്കുകയും വിഗ്രഹങ്ങളെ തച്ചുടയ്ക്കുകയും പൂജാരിമാരെ തല്ലുകയും ഒക്കെ ചെയ്യുമായിരുന്നുവല്ലോ. ഇത്രയും അസഹിഷ്ണുത ഹൈന്ദവമായ കാര്യങ്ങളോട്, ക്ഷേത്ര സംബന്ധിയായ കാര്യങ്ങളോട് ഇത്രയും അസഹിഷ്ണുത വെച്ച് പുലർത്തുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരുടെ ഭരണം തന്നെ നേരിട്ട് പൂരം നടത്തുന്നു എന്ന് പറയുമ്പോൾ അവർ പൂരം നന്നാക്കാനായിരിക്കില്ലല്ലോ ശ്രമിക്കുന്നത്. എൻ്റെ സംശയം, അവരേത് വിധേനയും ആ പൂരം കലക്കും. എന്നിട്ട് അതിലേതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ അല്ലെ സംഘപരിവാറിൻ്റെയോ തലയ്ക്ക് വെച്ച് അവരെപ്പോഴും വിവാദങ്ങളുണ്ടാക്കി ഭരണപരാജയത്തിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കും. ഇപ്പോൾ ആ വേടൻ എന്ന ചെറുപ്പക്കാരനെ പിടിച്ചു വെച്ചതുപോലെ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, അയാൾക്കെതിരെ കേസെടുത്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, അദ്ദേഹത്തിനെതിരെ വനം വകുപ്പ് കേസെടുത്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണത്തിന് കീഴിലാണ്. ഇതൊക്കെ ചെയ്തിട്ട് അവർ ചെയ്യുന്നത് എന്താണ്? ബാക്കി ഹൈന്ദവമായ ബിംബങ്ങൾക്കെതിരെയുള്ള ആക്ഷേപമായിട്ട് അവർ തന്നെ ആക്രമിക്കുകയും അവർ തന്നെ പിടിച്ചു വെക്കുകയും കേസെടുക്കുകയും ജയിലിലടക്കുകയും ചെയ്ത അതേ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിൻ്റെ ആൾക്കാർ അദ്ദേഹത്തിന് വേണ്ടി എന്ന മട്ടിൽ പ്രചാരണങ്ങൾ നടത്തുന്നു. പക്ഷേ
താല്പര്യം. ഈ വേടൻ എന്ന് പറയുന്ന പാട്ടുകാരൻ ഇത് അറിയുന്നുണ്ടോ എന്നറിയില്ല. അദ്ദേഹത്തിൻ്റെ ഒരാഴ്ച കാലമായി അദ്ദേഹത്തിനെ കുറിച്ചുള്ള ചർച്ചകളാണ് നടക്കുന്നത്. സത്യത്തിൽ ചെയ്യുന്നത് എന്താണ്? കഴിഞ്ഞ മാസങ്ങളായി, ഏതാനും മാസങ്ങളായി കേരളത്തിൽ പിടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വൻതോതിലുള്ള കോടാനുകോടി രൂപയുടെ രാസലഹരിയുടെ വിവരങ്ങളും ചർച്ചകളും മുഴുവൻ ഇപ്പോൾ ഒരു വേടന്റെ കേസിന്റെ പേരിൽ മറച്ചു വെക്കാൻ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് കഴിഞ്ഞു. വേടനെ ഒരു ആയുധമാക്കുകയാണ്, ഒരു ചട്ടുകമാക്കുകയാണ് എന്ന് അദ്ദേഹം അറിയുന്നുണ്ടോ ഇല്ലയോ എന്നറിയുന്നില്ല, അയാളുടെ കൂടെയുള്ളവർ അറിയുന്നുണ്ടോ എന്ന് അറിയുന്നില്ല. ഏതായാലും ഇതൊരു കമ്മ്യൂണിസ്റ്റ് തന്ത്രമാണ്. അവരുടെ തന്നെയല്ല, രാസലഹരിയുമായിട്ട് ഈ മയക്കുമരുന്നുമായിട്ട് കോടാനുകോടി രൂപയുടെ മയക്കുമരുന്നുമായിട്ട് പിടിച്ചതിൽ 99% ജിഹാദികളെയാണ്. അവരുടെ കൂടെ നിൽക്കുന്ന ഹിന്ദു നാമധാരികളെയും പിടിച്ചിട്ടുണ്ട്, അല്ലാത്തവരെയും പിടിച്ചിട്ടുണ്ട്, അല്ലാത്ത രാഷ്ട്രീയമുള്ളവരെ ഇല്ലാത്തവരൊക്കെ പിടിച്ചിട്ടുണ്ടാവാം. പക്ഷേ ബഹുഭൂരിപക്ഷവും കോടിക്കണക്കിന്, ഇപ്പം 1000 കോടിയുടെ രാസലഹരി പിടിച്ചിട്ടുണ്ടെങ്കിൽ, മയക്കുമരുന്ന് പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ 999 കോടിയുടെ ലഹരിയും ഈ പറയുന്ന ജിഹാദികളുടെ കൈകളിൽ നിന്നാണ് പിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതൊക്കെ മറച്ചു വെക്കാൻ ഒരു വേടന്റെ കേസ് കൊണ്ട് കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് കഴിയുന്നു എന്നുള്ള തട്ടിപ്പാണ് അവർ നടത്തുന്നത്. എന്നതുപോലെ അവരും തൃശ്ശൂർ പൂരം അവർ തന്നെ കലക്കും, എന്തെങ്കിലും വിവാദം ഉണ്ടാക്കും. എന്നിട്ട് ആ വിവാദത്തിൻ്റെ മറയിൽ അവർ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൻ്റെ ഈ കടവും കെണിയും ചതിയും, ഈ കേരളം മുഴുവൻ ചെറുപ്പക്കാരും കുട്ടികളും ആക്രമിക്കപ്പെടുന്നതും അവരെല്ലാം ലഹരിക്കടിമയായതും അരാജകവാദം വളരുന്നതും ഒക്കെ മറയ്ക്കാൻ അവർക്കൊരു വേടൻ മതി, അവർക്കൊരു പൂരം മതി എന്നുള്ളത് ഈ നാട്ടിലെ സാധാരണ ജനങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഓരോ കാര്യവും അവരുയർത്തി കാണിക്കുന്നത് ഈ നാട്ടിലെ മറ്റെല്ലാ കാര്യം അവർ പലതും മറച്ചു വെക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് പൂരത്തെ സ്ഥലത്ത് നിൽക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. അവർ തന്നെ ഇത് കലക്കും, എന്നിട്ട് രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുകയും ചെയ്യും എന്നുള്ളത്. അല്ലെങ്കിൽ ഇത്ര ഹീനമായ ഒരു പ്രസ്താവന നടത്തിയത് എന്തിനാണ്? പൂരത്തിൽ, ക്ഷേത്രത്തിൻ്റെ പൂരത്തിൽ മതബിംബങ്ങൾ പാടില്ല എന്ന് മാത്രമല്ല, തൃശ്ശൂർ പൂരത്തിൻ്റെ സവിശേഷത അവിടെ കുടമാറ്റം എന്ന് പറയുന്നത് എത്രയോ കാലങ്ങളായി നടക്കുന്നത്, അനേകം വർഷമായി നടക്കുന്ന ആ പൂരത്തിൽ കുടമാറ്റം എന്ന് പറയുന്നത് ദേശീയവും സാംസ്കാരികവുമായ ബിംബങ്ങളാണ് കുടകളിൽ അവർ ചിത്രീകരിക്കാറുള്ളത്. അതെല്ലാ വർഷവും അങ്ങനെ തന്നെയാണ്. ഓരോ വർഷവും ആ വർഷത്തെ പ്രധാനപ്പെട്ട ഏതെങ്കിലും കാര്യങ്ങൾ അതിൻ്റെ ബിംബങ്ങളായി മാറാറുണ്ട്, ചിഹ്നങ്ങളായി മാറാറുണ്ട്, ചിത്രങ്ങളായി അവർ രൂപപ്പെടുത്താറുണ്ട്. അത് കുടമാറ്റത്തിൻ്റെ ഭാഗമാണ്, അത് പൂരത്തിൻ്റെ ഭാഗമാണ്, പൂരത്തിൻ്റെ ഭാഗമായ കുടമാറ്റത്തിൻ്റെ ഭാഗമാണ്. ആ കുടമാറ്റത്തിൽ സാംസ്കാരികമോ മതപരമോ ദേശീയമോ ആയ ചിഹ്നങ്ങളാണ് ക്ഷേത്രം. കാരണം ക്ഷേത്രങ്ങളിലെ മഹാക്ഷേത്രങ്ങളുടെ ഉത്സവങ്ങളും ആഘോഷങ്ങളും കേവലം ആരാധനയ്ക്ക് മാത്രമല്ല, ദേശീയമായ വികാരത്തെ ഉണർത്താനും സാംസ്കാരികമായ അവബോധത്തെ സൃഷ്ടിക്കാനും ഹൈന്ദവമായ ഏകീകരണത്തെ സൃഷ്ടിക്കാനും ഒക്കെയാണ് വലിയ ക്ഷേത്രങ്ങളിലെ മഹാ ഉത്സവങ്ങളോ ആഘോഷങ്ങളോ ആറാട്ടുകളോ ഒക്കെ തീർത്ഥാടനങ്ങളോ ഒക്കെ അതിനുവേണ്ടി ഉണ്ടാക്കിയതാണ്. അല്ലെങ്കിൽ എല്ലാവർക്കും വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ പോരായിരുന്നു. അപ്പോൾ അതിൻ്റെ പിന്നിൽ ഇങ്ങനെ ചില സാംസ്കാരികവും ദേശീയവും മതപരവുമായ ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങൾക്ക് അനുഗുണമാകുന്ന തരത്തിലാണ് അവിടെ കുടമാറ്റം നടത്തുന്നതും കുടമാറ്റത്തിലെ ചിത്രീകരണങ്ങൾ സൃഷ്ടിക്കുന്നതും. അതൊക്കെ അറിയാവുന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് ഈ മൂന്നിനെയും തകർക്കണം എന്ന് അവർക്ക് എത്ര കാലങ്ങളായി അവരതിനു വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. ഏതാണ് മൂന്ന് കാര്യം? ഒന്ന്, ഹൈന്ദവമായ മതങ്ങളെ തകർക്കുക എന്നുള്ളത്. രണ്ട്, സാംസ്കാരികമായ ബിംബങ്ങളെ ആക്ഷേപിക്കുകയും തകർക്കുകയും ചെയ്യുക എന്നുള്ളത്. മൂന്ന്, ദേശീയമായ ബോധത്തെ അവർക്ക് അതിനെ തച്ചുടയ്ക്കുക എന്നുള്ളത്. കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും എക്കാലത്തെയും പ്രവർത്തനമാണ്, അവരുടെ ലക്ഷ്യം അതാണ്. ഇപ്പോൾ ഇന്നലെ ഇവിടെ വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനം നടക്കുമ്പോഴും അത് വിവാദമാക്കിയത് എന്തിൻ്റെ പേരിലാണ്? അവിടെ ഭാരത് മാതാ കീ ജയ് എന്ന മുദ്രാവാക്യം വിളിച്ചു. സദസ്സിലിരുന്ന കുറേ ആൾക്കാരും വേദിയിലിരുന്ന BJPയുടെ പ്രസിഡന്റും ഭാരത് മാതാ കീ ജയ് എന്ന് വിളിച്ചതിനെ അവർ വിവാദമാക്കി. കാരണം അവർക്ക് സഹിക്കാവുന്ന ഒരു ബിംബമല്ല ഭാരതമാതാവ് എന്നുള്ളത്. ദേശീയമായ ഒരു ബിംബവും ദേശീയ ബിംബങ്ങളെ പ്രകീർത്തിക്കുന്ന അഥവാ ദേശീയമായ നേതാക്കളെ, ദേശീയതയെ പിന്തുണയ്ക്കുന്ന ആൾക്കാരെ ഒക്കെ
അവരെതിർത്തുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ടാണ് അവർ ഇന്നലെ ഭാരത് മാതാ കി ജയ് വിളിച്ചതിനെ ഭാരതമാതാവ് എന്ന സങ്കല്പം അവർക്ക് അറപ്പുളവാക്കുന്നതാണ്. ഭാരതം എന്ന വാക്കൊരിക്കലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉപയോഗിച്ചിട്ടില്ല, ഉപയോഗിക്കാൻ അവർക്ക് കഴിയില്ല. കാരണം ഭാരതം എന്ന് പറയുമ്പോൾ ഒരു അഭിമാനബോധം ഉണ്ടായെങ്കിലോ ജനങ്ങളിൽ, ഭാരതം എന്ന് പറയുമ്പോൾ അതിൻ്റെ സംസ്കാരത്തെക്കുറിച്ചുള്ള ഒരു ധാരണ ജനങ്ങളിൽ ഉണ്ടായെങ്കിലോ, ഭാരതമെന്ന് കേൾക്കുമ്പോൾ അനേകായിരം കൊല്ലങ്ങളായ ഒരു സാംസ്കാരിക പൈതൃകത്തെ ജനങ്ങളിൽ ഓർമ്മിപ്പിച്ചാലോ എന്നുള്ളത് കൊണ്ടാണ് അവർ ഭാരതമാതാവ് എന്ന സങ്കല്പത്തിനെ എതിർക്കാൻ കാരണം. അപ്പം അതുകൊണ്ട് അവരുടെ എല്ലാ കാലത്തെയും ലക്ഷ്യം, അവർ മതവിരുദ്ധരല്ല. ഞാൻ പറഞ്ഞല്ലോ, വർഗീയവാദികൾക്കും ജിഹാദികൾക്കും പായ വിരിച്ചു കൊടുത്തവർ, ഭീകരവാദത്തിന്റെ പേരിൽ ജയിലിൽ കിടക്കുന്നവരെ മാലയിട്ട് സ്വീകരിച്ചവർക്ക് കാല് കഴുകി ഊട്ട് നൽകിയവർ ആണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് സർക്കാരും. അത്തരം വൃത്തികെട്ട പ്രവർത്തനം, ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ മാത്രം ചെയ്ത് പരിചയമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് സർക്കാരും പൂരത്തിൽ മതചിഹ്നം പാടില്ല എന്ന് പറഞ്ഞ് അവർ പ്രവർത്തനങ്ങളെ, ഈ പൂരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ മതപരമായ അതിൻ്റെ ആന്തരിക സത്തയിൽ നിന്ന് അടർത്തി മാറ്റി മതേതരമാക്കാനൊന്നുമല്ല, ഹൈന്ദവ വിരുദ്ധമാക്കി മാറ്റാനുള്ള ശ്രമത്തിൻ്റെ ഭാഗം കൂടിയാണ് കേരളത്തിൻ്റെ മന്ത്രി ഈ പറയുന്ന തരത്തിൽ പൂരത്തെ തകർക്കാനും പൂരത്തെ കലക്കാനും ഒക്കെയുള്ള ശ്രമം നടത്തുന്നത് എന്ന് കണക്കാക്കേണ്ടിയിരിക്കുന്നു. അത് അദ്ദേഹത്തിൻ്റെ മാത്രം അഭിപ്രായമല്ല, കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ അഭിപ്രായമാണ്. കമ്മ്യൂണിസ്റ്റ് സർക്കാർ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഭിപ്രായമാണ്, CPM-ന്റെ അഭിപ്രായമാണ്. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എക്കാലവും കേരളത്തിലുണ്ടായ അക്കാലം തൊട്ട് അവർ ഹൈന്ദവമായ ബിംബങ്ങളെ, മതപരമായ എല്ലാത്തിനെയും തകർക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. സാംസ്കാരികമായ എല്ലാ മൂല്യങ്ങളെയും മുച്ചൂട് മുടിക്കാൻ ശ്രമിക്കുന്നു. ദേശീയമായ എല്ലാ സങ്കല്പങ്ങളെയും ബിംബങ്ങളെയും തച്ചുടയ്ക്കാൻ അവർ ശ്രമിക്കുന്നു. അതിന് കിട്ടിയ ഒരു അവസരമായിട്ടാണ് തൃശ്ശൂർ പൂരവും എന്നുള്ളത് കൊണ്ടാണ് ഇത്തരം ഹീനമായ പ്രസ്താവനകൾ നടത്താനും തീരുമാനങ്ങൾ എടുക്കാനും അത് നടപ്പാക്കാൻ അധികാരപ്പെട്ടവരെന്നുള്ള നിലയ്ക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സർക്കാർ ശ്രമിക്കുകയും ചെയ്യുന്നത്. പക്ഷേ ഈ മൂന്ന് വിരുദ്ധതയെ, ഭാരത വിരുദ്ധതയെയും ഭാരത സംസ്കാരത്തിൻ്റെ വിരുദ്ധതയെയും മതപരമായ ഹൈന്ദവ വിരുദ്ധതയെയും തിരിച്ചറിയാൻ ഈ ഒരു സന്ദർഭം നാട്ടിലെ സർവ്വസാധാരണക്കാരായ ജനങ്ങൾ ഇത് തിരിച്ചറിയണം എന്ന് അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം.